നാഡീഗ്രഹണം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പാറ്റേണുകളായിട്ട് മാറുന്നത് എന്നത് ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ വിഷയം. പറയുന്നത് ഇങ്ങനെയാണ്: ന്യൂറോസെപ്ഷൻ ആൻഡ് റെസ്പോൺസ് പാറ്റേൺസ് can shift to restore freedom in present response. നാഡീഗ്രഹണവും പ്രതികരണ പാറ്റേണുകളും. മുൻകാല അനുഭവങ്ങൾ, ശരീരാവസ്ഥ, പരിസ്ഥിതി, ബന്ധങ്ങൾ എന്നിവ നാഡീഗ്രഹണത്തെയും പ്രതികരണങ്ങളെയും സ്വാധീനിക്കുന്നു. ആവർത്തിച്ച പ്രതികരണങ്ങൾ പിന്നീട് പാറ്റേണുകളാകുന്നു. അതിനാൽ ഇപ്പോഴത്തെ സംഭവത്തിന് പകരം പഴയ പഠനം പ്രതികരണത്തെ നയിക്കാം. പാറ്റേൺ തിരിച്ചറിഞ്ഞ് ഇടവേള സൃഷ്ടിക്കുകയും ശരീരത്തെ ശ്രദ്ധിക്കുകയും വർത്തമാന സാഹചര്യം തിരിച്ചറിയുകയും പുതിയ അനുഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുതിയ പ്രതികരണ ശേഷി വളരുന്നു. ലക്ഷ്യം പഴയതിനെ മായ്ക്കലല്ല, വർത്തമാനത്തിന് അനുയോജ്യമായി സ്വതന്ത്രമായി പ്രതികരിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കലാണ്. പാറ്റേൺ ഷിഫ്റ്റിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുന്ന ഈ വിധമാണ്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ നാഡീഗ്രഹണം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോഡി ഡയറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ആറാം ഇന്ദ്രിയത്തിന്റെ പണിയല്ല. ഇത് ശരീരം ശരിയാം വിധം ഈ ഇന്ദ്രിയങ്ങൾ എന്നുള്ള മായികതയെ അതിജീവിക്കാനുള്ള ശരീരത്തിന്റെ നാച്ചുറൽ മെക്കാനിസമാണ്. പക്ഷെ ഇതിനെ സ്വാധീനിക്കുന്ന, ആ നാച്ചുറൽ മെക്കാനിസത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ബയസുകളുണ്ട്. ആ ബയസുകളെ വെച്ചുകൊണ്ടാണ് ഇത് പലപ്പോഴും പുതിയൊരു രീതിയിലേക്ക് മാറുന്നത്. സാധാരണ രീതിയിൽ ഈ നാഡീഗ്രഹണം എന്ന് പറയുന്നത് പ്രതികരണത്തെ സ്വാധീനിക്കുന്ന വഴി എന്ന് പറയുന്നത് ന്യൂറോസെപ്ഷൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ന്യൂറോൺ ഉപയോഗിച്ചുകൊണ്ട് സ്പെക്ട് ചെയ്യുന്നു, വീക്ഷിക്കുന്നു, അതൊരു ബോഡി സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. ആ ബോഡി സ്റ്റേറ്റ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് പരിസ്ഥിതിയിലുള്ള സൂചനകൾ ഉണ്ടല്ലോ, പരിസ്ഥിതിയിൽ നമുക്ക് കിട്ടുന്ന സൂചനകൾ, അവയാണ് നമ്മൾ സ്ഥിതി വിവരങ്ങൾ എന്ന് പറയുക. ആ സൂചനകളെ അവയുടെ തിരിച്ചറിവ് ഉണ്ടാവുന്നു. അല്ലാതെ നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് തിരിച്ചറിയുന്നല്ല. പരിസ്ഥിതിയിൽ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ സുരക്ഷയാണോ അപകടമാണോ എന്നുള്ളത് വിലയിരുത്തുന്നു. അത് ശരീരാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു. അപ്പോ ചിന്തയ്ക്കും മുമ്പ് ഒരു പ്രതികരണ സജ്ജീകരണം, ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ഫിസിക്കൽ റെസ്പോൺസ്, അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ സംഭവം അല്ല, അല്ലെങ്കിൽ സംഭവം പ്രതികരണത്തെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും സംഭവം മാത്രമല്ല, സംഭവത്തെ ശരീരം എങ്ങനെ തിരിച്ചറിയുന്നു എന്നത് വളരെ നിർണായകമാണ്. ശരീരം അതിനെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. ഓക്കെ. പിന്നെ ഈ നമ്മുടെ പ്രതികരണത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ, ഈ പ്രതികരണം എന്ന് പറയുന്നത് എന്താണ് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ന്യൂറോസെപ്ഷൻ ഉണ്ടായി അതനുസരിച്ച് പ്രതികരിക്കുന്നു. പക്ഷെ അതിനെ സ്വാധീനിക്കുന്ന, അതിനെ രൂപപ്പെടുത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. നമ്മൾ സംസാരിച്ചു എന്നല്ലേ അത് ഇപ്പോ ഒരേ സംഭവം തന്നെ രണ്ട് വ്യക്തികളിൽ അല്ലെങ്കിൽ 5-6 വ്യക്തികളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കുക. അതിന് കാരണമാകുന്നത് അവർക്ക് ഉണ്ടായ മുൻകാല അനുഭവങ്ങൾ, ഇപ്പോഴത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, അവർ നിൽക്കുന്ന ആ എൻവയോൺമെന്റിന്റെ സ്വഭാവം എന്താണ്, അവര് ഈ കാര്യങ്ങളിൽ അവര് ആരുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്, ആ കണക്ഷന്റെ ബന്ധത്തിന്റെ സ്വഭാവം, റിലേഷൻഷിപ്പിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ള സംഭവം എന്താണ്, സാഹചര്യത്തിന്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈവന്റ്, ഇതിന്റെ ചരിത്രം, ശരീരം, അതിന്റെ സാഹചര്യം, ബന്ധം തുടങ്ങിയ കുറെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ന്യൂറോസെപ്ഷൻ എന്നുള്ള സംഭവം അവിടെ ഫോം ആവുന്നത്. അതിനനുസരിച്ചാണ് പ്രതികരണം ഉണ്ടാവുക. അപ്പോ ഈ അനുഭവം എന്നുള്ളത്, ഇതിനു മുൻപ് ഉണ്ടായ അനുഭവം എന്നുള്ളത് അല്ലെങ്കിൽ വർത്തമാന അനുഭവം തന്നെ നമുക്കൊരു പഠനമായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അത് ലേൺ ചെയ്യുന്നു, അത് ശരീരവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇതിനനുസരിച്ചാണ് പിന്നെ ഫ്യൂച്ചർ റെസ്പോൺസ് എന്നുള്ള സംഭവം വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞു വരുന്ന എവിടെയാണ് ബയസിങ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഒരനുഭവം ശരീരത്തിന്റെ ഒരു പ്രതികരണത്തെ സൃഷ്ടിക്കുന്നുണ്ട്.
അത് ആവർത്തിക്കുന്ന സമയത്ത് ഈ ഈ ആ പ്രതികരണത്തിന്റെ ആ ഒരു നേച്ചർ, പ്രതികരണം ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ശക്തമാക്കുന്നു. ഇപ്പൊ ചിലരുണ്ട്, ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ മോശമായിട്ട് പ്രതികരിച്ചു എന്ന് വരും. ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അപ്പോ അവിടെ ആ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൂചന ഉണ്ടല്ലോ, സൂചന ഒരു പ്രത്യേക അർത്ഥം ശരീരത്തിന് നൽകുന്നു എന്നുള്ളതാണ്. സമാന രൂപത്തിൽ തന്നെ പഴയ പ്രതികരണം വീണ്ടും ഉണർന്നു വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുക. ഇപ്പോ കടുത്ത ഒരു ശബ്ദം ഉണ്ടായി, അത് നമ്മളെ ഭയമുണ്ടായി. അപ്പോ നമുക്ക് ആവർത്തിക്കാണ്, കടുത്ത ശബ്ദം വീണ്ടും ഉണ്ടായി, ഉടനെ തന്നെ നമുക്ക് അപകട സൂചന കിട്ടി. കടുത്ത ശബ്ദമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് എന്തിന്റെ ശബ്ദമാണ്, ഏതിന്റെ ശബ്ദമാണെന്നുള്ള വിശകലനം ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കടുത്ത ശബ്ദം ഭയമുണ്ടാക്കി, അതുകൊണ്ട് ആവർത്തിച്ച അനുഭവം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും കടുത്ത ശബ്ദം ഉണ്ടാകുമ്പോൾ അത് അപകടമാണെന്ന് ശരീരം സെൻസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അപ്പോ ഇവിടെ നമ്മൾ ആ ലേൺ ചെയ്ത് വെച്ച സാധനം ഒരു പാറ്റേൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ലേൺ ചെയ്ത് വെച്ച സാധനം നമുക്ക് ഒരു ക്യൂ തരുന്നു. അത് നമ്മുടെ ഒരു പ്രഡിക്ഷനിലേക്ക്, നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് വരുന്നു. അത് ന്യൂറോസെപ്ഷനിലേക്ക് പോകുന്നു. അത് നമ്മുടെ ഉള്ളിൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. ആ സ്റ്റേറ്റ് എന്നുള്ള റെസ്പോൺസ് ആയിട്ട് മാറുന്നു. ഈ ഒരു ക്രമത്തിലാണ് ഇത് ഉണ്ടായി വരിക. അപ്പോൾ പഴയ അനുഭവത്തിന്റെ ഓർമ്മ, സമാന സാഹചര്യങ്ങളുടെ സൂചന, അപകടത്തെ മുൻകൂട്ടിയുള്ള ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ, അതിനോട് ശരീരം പ്രതിരോധിക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടെ നാച്ചുറലി ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ വരുന്നു. ഇത് ആവർത്തിക്കുന്ന സമയത്ത് അത് പാറ്റേൺ ആയിട്ട് മാറുന്നു. അതായത് പഴയ അനുഭവം ഇന്നത്തെ പ്രതീക്ഷ, ഇന്നത്തെ പ്രതികരണമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ബയസിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഗ്നീഷൻ എന്നുള്ള പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് കൃത്യമായിട്ടും നമ്മുടെ വിവേകത്തോടു കൂടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. വിവേകത്തോടുകൂടി അത് റെസ്പോൺസ് നടക്കുന്നതിന് പകരമായിട്ട് ഇത് പാറ്റേണൈസ് ചെയ്യുന്ന ഒരവസ്ഥ എന്നുള്ളത്. ഈ പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് പ്രശ്നമാകുന്നത്? ഇന്നത്തെ സാഹചര്യം പഴയതുമായിട്ട് കലരുന്നു. നമ്മൾ ഇന്ന് വെറുതെ പോകുന്ന ഒരു സാഹചര്യം, പക്ഷെ പണ്ടുണ്ടായ ഒരു അനുഭവമായിട്ട് നമ്മൾ പെട്ടെന്ന് കയറി ക്രോസ് കണക്ട് ചെയ്യും. അപ്പൊ യഥാർത്ഥ അപകടവും ഓർമ്മയിലെ ഒരു അപകടം തമ്മിൽ ഉള്ള വ്യത്യാസം കുറയുന്നു. യഥാർത്ഥ അപകടം എന്ന് പറയുന്നത് വേറൊന്നാണ്, പക്ഷെ നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള ആ അപകടം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നില്ല. നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. യഥാർത്ഥ അപകടം വേറെയാണ്, നമ്മളിപ്പോ അത് അനുഭവിക്കുന്നില്ലെങ്കിലും നമുക്ക് അത് തന്നെയായിട്ട് തോന്നുന്നു. ഇപ്പോ പ്രതികരണം ആലോചിച്ചിട്ട് ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ആലോചിക്കാനുള്ള ഒരു സമയം, ഇത് യഥാർത്ഥത്തിൽ പഴയ അപകടം തന്നെയാണോ അതോ പുതിയ അപകടമാണോ, അപകടം ഉണ്ടോ ഇതിനകത്ത് ഒന്നും ആലോചിക്കാൻ സമയമൊന്നുണ്ടല്ല. അതിനു മുമ്പ് പ്രതികരണം സ്വയമേവ ഉണ്ടാകും. ചിന്തിക്കും മുമ്പ് ശരീരം പ്രതികരിക്കും. അപ്പോ പഴയ പ്രതികരണം വീണ്ടും 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 റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പഴയ പ്രഡിക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. ഇവിടെയാണല്ലോ നമ്മൾ പാറ്റേൺ ഷിഫ്റ്റിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പാറ്റേൺ മാറ്റാൻ നമുക്ക് കഴിയില്ലേ? പാറ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥിരമായ വ്യക്തിത്വമല്ല എന്ന് നമുക്കറിയാം, അല്ലെ? ഒരിക്കൽ പഠിച്ചതാണ് എങ്കിലോ വീണ്ടും പഠിക്കാൻ കഴിയും. അതാണ് ഇവിടുത്തെ പോസിറ്റീവ് പോയിന്റ്. നമ്മൾ ഒരിക്കൽ പഠിച്ചുണ്ടാക്കിയതാണല്ലോ ഈ പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ വീണ്ടും പഠിക്കാൻ. പഴയ പ്രതികരണം പൂർണ്ണമായിട്ടും മാറ്റി കളയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല, അത് സാധ്യമല്ല. ഇവിടെ പുതിയ സുരക്ഷാനുഭവം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പഴയ സാഹചര്യത്തെ പുതിയ രീതിയിൽ അനുഭവിക്കുക എന്നുള്ള ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. പുതിയ പ്രതികരണം ആദ്യം ഉണ്ടാക്കേണ്ടി വരും, ഡിസൈൻ ചെയ്യേണ്ടി വരും, അതിന് ചില സ്ട്രാറ്റജികൾ ഉപയോഗിക്കേണ്ടി വരും, എന്നിട്ട് അത് ആവർത്തിച്ച് പരിശീലിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നടക്കുന്നത് ഇതിനെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ പുതിയ പ്രതികരണം ഉണ്ടാക്കി ഡിസൈൻ ചെയ്തിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പരിശീലിക്കുന്ന ഒരവസ്ഥ. അപ്പോ പുതിയ പഠനം എന്ന് പറയുന്നത് ഓൾഡ് പ്രഡിക്ഷന് ന്യൂ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ട് ന്യൂ ലേണിംഗിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സാണിത്. അതാണ് നമ്മളിവിടെ പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാക്കുന്നത്. അതായത് തിരിച്ചറിയുന്നു. പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എങ്ങനെയാ? ആദ്യം തിരിച്ചറിയുന്നു ഇതെന്റെ പഴയ പാറ്റേൺ ആണെന്ന്, എന്നിട്ട് ഒരു ഇടവേള കൊടുക്കുന്നു. അത് നമുക്കൊരു ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരു പോസ് കൊടുക്കുന്നു, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ എന്താ?
നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ശ്വാസം എങ്ങനെ പോകുന്നു, ഹൃദയമിടിപ്പ് എങ്ങനെയാണ് പോകുന്നത്, പേശികളുടെ മുറുക്കം എങ്ങനെയാണ്, ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ, എവിടെയെങ്കിലും പെയിൻ തോന്നുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ നിരീക്ഷിക്കും. എന്നിട്ട് വർത്തമാനത്തിൽ അത് എന്താണ് സംഭവം ഉള്ളതെന്നുള്ളത് തിരിച്ചറിയുന്നു. ഇത് പഴയ സാഹചര്യമാണോ, അത് ഇപ്പോഴത്തെ സാഹചര്യമാണോ, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് നമ്മൾ കൃത്യമായിട്ട് വർത്തമാനകാലത്ത് തിരിച്ചറിയുന്നത്. വർത്തമാനകാലത്തിൽ ഇതാണ് ആവശ്യം, ഇതാണ് സംഭവിക്കേണ്ടത്, ഇതിനനുസരിച്ചാണ് എന്റെ പ്രതികരണം നിൽക്കേണ്ടത് എന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചറിയിലേക്ക് പോകുന്നു. അപ്പോ അവിടെ പുതിയൊരു പ്രതികരണം ഉണ്ടായല്ലോ അല്ലെ. അപ്പോ നമ്മുടെ വർത്തമാനകാല അവബോധം, പ്രസന്റ് അവയർനെസ് എന്നുള്ളത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് അതിന്റെ റെപ്യൂട്ടേഷൻ ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വ്യക്തമായി കാണില്ല. എന്നിട്ട് പഴയ പ്രതികരണത്തിന് പകരം പുതിയ പ്രതികരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഈ സാഹചര്യം കണ്ടു, പഴയ പ്രതികരണം എന്താണെന്ന് മനസ്സിലായി, പുതിയ പ്രതികരണം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി, പുതിയ പ്രതികരണം എന്തു വേണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്തു. നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണം അത്. അങ്ങനെ സുരക്ഷിതമായ പുതിയൊരു അനുഭവം എന്നുള്ളത് നമ്മൾ നേടലാണ് ഉണ്ടാകുന്നത്. സുരക്ഷിതമായ വളരെ കൃത്യമായിട്ടുള്ള ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നു. പുതിയ പ്രതികരണം ആവർത്തിക്കുന്നു. ആ പുതിയ പ്രതികരണം നമ്മൾ കണ്ടെത്തി ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ആ സംഭവത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഓരോ തവണ അങ്ങനെ വേണ്ടി വരുമ്പോഴും ആവർത്തിക്കുന്നു. അതിന് കൃത്രിമമായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. പുതിയ പഠനം കൂടുതൽ ശക്തമാക്കുന്നു. കാരണം ഒരിക്കൽ ലേൺ ചെയ്തത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ലേൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. ആ ലേണിംഗ് നമ്മൾ റിപ്പീറ്റേഷനിലൂടെ റീഇൻഫോഴ്സ് ചെയ്തെടുക്കുന്നു. അങ്ങനെ പ്രതികരണത്തിന് പുതിയ ഒരു ഫ്രീഡം, പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുത്ത് ആ പ്രതികരണത്തിന് പുതിയൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ പാസ്റ്റ് ഡ്രിവൻ ആയിട്ടുള്ള റെസ്പോൺസിൽ നിന്നും പ്രസന്റ് റെസ്പോൺസീവ് ആക്ഷനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉണ്ടാകുന്നത്. അപ്പോ ഈ പാറ്റേൺ ഷിഫ്റ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പഴയ പ്രതികരണം ഇല്ലാതാക്കലല്ല, വർത്തമാനത്തിന് അനുയോജ്യമായ പുതിയ പ്രതികരണത്തെ ഡിസൈൻ ചെയ്ത് വീണ്ടെടുക്കലാണ്. അപ്പോ ഭയം ആവശ്യമുള്ളപ്പോൾ ഭയം ഉണ്ടാകണം. ജാഗ്രത ആവശ്യമുള്ളപ്പോൾ ജാഗ്രതയാണ് കൊടുക്കേണ്ടത്. ശാന്തത സാധ്യമാകുമ്പോൾ ശാന്തത കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ഇമോഷനാണ് അവിടെ ഉണ്ടാകേണ്ടത്, അത് ബന്ധപ്പെടുന്ന സമയത്ത് സാധ്യമാകുന്ന ആ കണക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചുള്ള സ്വതന്ത്രമായ എന്നുവെച്ചാൽ ബയസ്ഡ് അല്ലാത്ത രീതിയിലുള്ള പുതിയ പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതായത് പഴയ പാറ്റേൺ എന്നും പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, ഓട്ടോമാറ്റിക് റെസ്പോൺസിന് പകരം ഫ്ലെക്സിബിൾ ആൻഡ് ഫ്രീഡം റെസ്പോൺസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒളിമ്പസ് പറയുന്ന പാറ്റേൺ ഷിഫ്റ്റ്, നമ്മൾ ഒളിമ്പസ് പഠിപ്പിക്കുന്ന പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് പഠനമുണ്ടായി, അതിൽ നിന്ന് നാഡീഗ്രഹണം ഉണ്ടായി, അത് പ്രതികരണം ഉണ്ടാക്കുന്നു, അത് ആവർത്തനം ഉണ്ടാക്കുന്നു. ആവർത്തനം എന്നുള്ളത് പിന്നെ പാറ്റേൺ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പാറ്റേൺ. എങ്കിൽ ആ പാറ്റേൺ മാറ്റത്തിന്റെ പദം എന്ന് പറയുന്നത് പാറ്റേണിനെ കുറിച്ചുള്ള അവബോധം, അതിനുശേഷം ഒരു ഇടവേള കൊടുക്കുന്നു, അത് ശരീരാവബോധത്തിലേക്ക് എത്തുന്നു, അത് വർത്തമാന ബോധത്തെ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ അനുഭവം ഉണ്ടാക്കുന്നു, പുതിയ പഠനം ഉണ്ടാക്കുന്നു, അതിന്റെ സ്വതന്ത്ര പ്രതികരണം നമ്മൾ ആവർത്തിച്ചു കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത്. അപ്പോ കഴിഞ്ഞത് ഇന്നലത്തെ പ്രതികരണത്തെ ആണ് കാണിച്ചതെങ്കിൽ ഇന്നത്തെ പ്രതികരണത്തെ അത് നിയന്ത്രിക്കാതെ നോക്കി നിർത്തണം നമുക്ക്. പിന്നെ വർത്തമാനത്തെ വർത്തമാനമായിട്ട് കാണുക, കഴിഞ്ഞ കാലമാണെന്നുള്ളത് വർത്തമാനമായിട്ട് കാണുക. ശരീരത്തിന്റെ സൂചനകളെ തിരിച്ചറിയുക, ശരീരം എന്താണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. പഴയ പഠനത്തെ പുതിയ അനുഭവം കൊണ്ട് പുതുക്കുക, പുതിയ രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ പ്രതികരണങ്ങളിൽ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്, ചോയ്സ് ഉണ്ട് എന്നുള്ളത് ഒരു അവസ്ഥ മനസ്സിലാക്കുക, അതിന്റെ ഫ്രീഡം നമ്മൾ വീണ്ടെടുക്കുക. അപ്പോ മനുഷ്യന്റെ സ്വാഭാവികത നഷ്ടപ്പെടുക എന്നുള്ളതല്ല ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. പഴയ പഠിച്ച പ്രതികരണങ്ങൾ സ്വാഭാവികതയെ മറയ്ക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ന്യൂറോസെപ്ഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ നമ്മളത് ലേൺ ചെയ്തത് കൊണ്ട് നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസിനെ മറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ളത് വേണ്ടി വരുന്നത്. അപ്പോ പാസ്റ്റ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ളത് പ്രസന്റ് അവെയർ റെസ്പോൺസിലേക്ക് മാറുമ്പോഴാണ് ആ ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ കഴിയും. അപ്പോ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ന്യൂറോൺ റെസ്പോൺസിന്റെ, ന്യൂറോസെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കേണ്ടത്
എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ പലതരം ബയസിങ്ങിനെ കുറിച്ച്. നമുക്ക് അത്തരം ബയസിങ്ങുകളെ കുറിച്ച് നമുക്ക് ഇനി വരും ദിവസങ്ങൾ സംസാരിക്കാം. പാറ്റേണുകൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ പ്രാഥമിക രൂപം കിട്ടി, എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായി. ഈ പാറ്റേണുകളെ തിരിച്ചറിയാനായിട്ട് പലതരം ബയസിങ്ങുകൾ ഉണ്ട്. ആ ബയസിങ്ങുകളെ കുറിച്ച് വരും ദിവസങ്ങളിൽ സംസാരിക്കാം. അതുവരേക്കും നിങ്ങളുടെ ശരീരത്തിലെ പാറ്റേണുകൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. അത് പഴയ പഠനം എത്രത്തോളം ഉണ്ട്, പുതിയ പഠനങ്ങൾ റിപ്പീറ്റേഷൻ എത്രത്തോളം കാണിക്കുന്നുണ്ട്, അത് പാറ്റേൺ ആയിട്ട് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുക. ആ റൂമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.